നിലമ്പൂരിലെ വിധി വന്നതിന് പിന്നാലെ നന്ദിയുണ്ട് മാഷെ എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാകട്ടെ റെഡ് ആർമിയും. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ എം സ്വരാജ് പരാജയപ്പെട്ടതോടെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് റെഡ് ആർമിയുടെ പരോക്ഷ വിമർശനം. MV ഗോവിന്ദന്റെ പേരെടുത്ത് പറയാതെയാണ് നന്ദിയുണ്ട് മാഷെ എന്ന വിമർശനം. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിനങ്ങളിൽ ഗോവിന്ദൻ നടത്തിയ RSS പിന്തുണ പരാമർശത്തിലാണ് റെഡ് ആർമിയുടെ ഈ പരോക്ഷ വിമർശനം. നേരത്തെ PJ ആർമി എന്ന് പേരുള്ള പേജായിരുന്നു റെഡ് ആർമി. അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ RSSുമായി ചേർന്ന് സഹകരിച്ചിരുന്നു എന്നായിരുന്നു MV ഗോവിന്ദന്റെ പരാമർശം. ഇത് വിവാദമായ പശ്ചാത്തലത്തിൽ പറഞ്ഞതിൽ വ്യക്തത വരുത്തി ഗോവിന്ദൻ തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. തന്റെ പരാമർശം വളച്ചൊടിച്ചതാണെന്നും സൂചിപ്പിച്ചത് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യ ഒറ്റക്കെട്ടായി നീങ്ങിയ സാഹചര്യത്തിൽ ജനതാ പാർട്ടിയുമായി ചേർന്നതായിരുന്നു എന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. RSSുമായി CPIM രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ല, ഇനിയും ഉണ്ടാവില്ലെന്നും MV ഗോവിന്ദൻ പിന്നീട് വ്യക്തത വരുത്തിയിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് ചൂടിൽ പ്രതിപക്ഷ പാർട്ടികൾ ഈ പരാമർശം അങ്ങേറ്റെടുത്തു. ഇത് വലിയ വിവാദങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. MV ഗോവിന്ദൻ തന്നെ വസ്തുതകൾ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും RSSുമായി യാതൊരു യോജിപ്പും ഉണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രിയും പിന്നീട് വെളിപ്പെടുത്തി. നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി UDF സഖ്യം ചേരുന്നതിൽ LDF വിമർശനം ഉയർത്തുന്നതിനിടെയായിരുന്നു MV ഗോവിന്ദന്റെ ഈ പരാമർശം. തുടർന്ന് മുഖ്യമന്ത്രി തന്നെ ഗോവിന്ദന് താക്കീതുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയരുത് എന്ന പരോക്ഷ വിമർശനമാണ് പിണറായി വിജയൻ നടത്തിയത്. തിരുവനന്തപുരത്ത് AKG സെന്ററിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും പങ്കെടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലായിരുന്നു MV ഗോവിന്ദനുള്ള പിണറായി വിജയന്റെ താക്കീത്.